എനിക്ക് ഫോണിൽ വന്നിരിക്കുന്ന ഈ ഇംഗ്ലീഷ് മെസ്സേജ് ഒന്ന് മലയാളത്തിൽ പറഞ്ഞു തരാമോ? നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ഡേറ്റ ലോൺ ക്ലിയർ ചെയ്തിട്ടുണ്ട്. കൂടാതെ 1 GB ഡേറ്റ പാക്ക് റീചാർജ് ചെയ്തിട്ടുണ്ട്. വാട്സപ്പിനകത്തെ ഈ സെറ്റിംഗ്സ് എന്താണ്? ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് പറഞ്ഞു തരാമോ? നിങ്ങളിപ്പോൾ കാണുന്നത് വാട്സാപ്പിലെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സെറ്റിംഗ്സ് ആണ്. ഇതൊരു സുരക്ഷാ സംവിധാനമാണ്. ഇനി ഫേസ്ബുക്കിൽ രോഹിത് ആനന്ദ് എന്ന് പറയുന്ന ആള് എന്താണ് ഇംഗ്ലീഷിൽ കമന്റ് ചെയ്തിരിക്കുന്നതെന്ന് മലയാളത്തിൽ പറഞ്ഞു തരാമോ? ഇതിന്റെ മലയാളം അർത്ഥം, സെമി ഫൈനലിൽ ഇന്ത്യ തോറ്റ് ഹൃദയം തകർക്കരുത്. ഹാർദിക് പാണ്ഡ്യയോട് സ്നേഹവും ബഹുമാനവും. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ഫോണിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അത് മലയാളത്തിൽ ഫോണിനോട് ചോദിച്ചാൽ ഫോൺ മലയാളത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ മറുപടി നൽകുന്നതാണ്. ഫോണിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെ ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞു തരും. അതുപോലെ എന്തെങ്കിലും സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ് അറിയേണ്ടതെങ്കിൽ അതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മലയാളത്തിൽ പറഞ്ഞു തരും. ഇതുപോലെ ഒരുപാട് പ്രയോജനകരമുള്ള ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ മലയാളം ഓപ്ഷൻ ഫോണിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ കാണിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഫോണിനോട് തന്നെ തത്സമയം ആശയവിനിമയം നടത്താനുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ഫോണിൽ ഗൂഗിളിൻ്റെ ജെമിനി ആപ്പ് ഉണ്ടായിരിക്കണം. ഇല്ലാത്തവർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ ജെമിനി ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾക്ക് മലയാളത്തിലാണ് ആശയവിനിമയം നടത്തേണ്ടതെങ്കിൽ ആപ്ലിക്കേഷൻ മലയാളമാക്കേണ്ടതുണ്ട്. അതിനായിട്ട് ജെമിനി ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വലതുഭാഗത്ത് കാണുന്ന പ്രൊഫൈൽ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്താൽ താഴെയായിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സ് കാണാൻ സാധിക്കുന്നതാണ്. സെറ്റിംഗ്സിലേക്ക് ക്ലിക്ക് ചെയ്താൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഓപ്ഷൻ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്താൽ അതിനകത്ത് ഇംഗ്ലീഷ് സെലക്ട് ആയി കിടക്കുന്നത് കാണാം. അതിൻ്റെ ആരോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ മറ്റു ഭാഷകൾ ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും. അതിനകത്ത് നിന്ന് നിങ്ങൾ മലയാളം സെലക്ട് ചെയ്യുക. മലയാളം കാണുന്നില്ലെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുക, എവിടെയെങ്കിലും ആയിട്ട് മലയാളം ഉണ്ടാവും. മലയാളം സെറ്റ് ചെയ്യുന്നതോടെ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറയും. റീസ്റ്റാർട്ട് ചെയ്യുന്നതോടെ നമ്മുടെ ഫോണിലെ ജെമിനി ആപ്പ് മലയാളമാകുന്നതാണ്. ഞാൻ പറഞ്ഞ ഈ ഓപ്ഷൻ ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പമാർഗ്ഗം ഷോർട്ട് കട്ടിലൂടെയാണ്. ഷോർട്ട് കട്ട് ലഭിക്കുന്നില്ലെങ്കിലും പ്രശ്നമാക്കേണ്ട, നമുക്ക് ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തുനിന്നും ഈ ഓപ്ഷൻ ഓൺ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഷോർട്ട് കട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചില ഫോണുകളിൽ താഴെയുള്ള നാവിഗേഷൻ ബാർ ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ജെമിനി ആപ്പ് ഓപ്പൺ ആകുന്നതാണ്. ഇത് നമുക്ക് മാനുവലായിട്ടും സെറ്റ് ചെയ്യാം കേട്ടോ, ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല, വീഡിയോ ഒരുപാട് നീണ്ടുപോകും. ഇനി മറ്റു ചില ഫോണുകളിൽ ഈ താഴ്ഭാഗത്തെ കോർണർ ഉണ്ടല്ലോ, അവിടുന്ന് ജസ്റ്റ് വിരൽ ഇതുപോലെ നീക്കി കൊടുത്താൽ തന്നെ ജെമിനി ആപ്പ് ഓപ്പൺ ആകുന്നതാണ്. അത് ഇടത്തായാലും വലത്തായാലും നമ്മൾ ഇതുപോലെ നീക്കുകയാണെങ്കിൽ ജെമിനി ആപ്പ് ഓപ്പൺ ആകും. മുകളിലാണ് ഞാൻ പറഞ്ഞ ഓപ്ഷൻ ഉള്ളത്. ഇനി ഷോർട്ട് കട്ട് ലഭിക്കാത്തവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇനി ഷോർട്ട് കട്ട് ലഭിക്കുന്നവർ ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്താൽ മുകളിലായി ലൈവ് ഉപയോഗിച്ച് സ്ക്രീൻ പങ്കിടുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓൾറെഡി അത് എൻ്റയർ സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷനിലാണോ ഉള്ളത് എന്ന് നോക്കാം. ആദ്യ തവണ പെർമിഷനും കാര്യങ്ങളും കൊടുക്കേണ്ടി വരും. അല്ല സിംഗിൾ ആപ്പ് എന്നാണെങ്കിൽ അത് മാറ്റിയിട്ട് എൻ്റയർ സ്ക്രീൻ തന്നെ ആക്കണം. അതിനുശേഷം നിങ്ങൾ സ്റ്റാർട്ട് കൊടുക്കുന്നതോടുകൂടി ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോൺ സ്ക്രീനിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കും. പിന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന എന്തിനെക്കുറിച്ചിട്ടും ചോദിച്ച് മനസ്സിലാക്കാം. ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും സെറ്റിങ്സ് ആയാലും എന്ത് കാര്യവും തത്സമയം ഇതിനോട് സ്ക്രീന് പങ്കിട്ട് സംഭാഷണം നടത്തുന്ന ഒരു ഓപ്ഷനാണിത്. ഇനി ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ പരിശോധിച്ചാൽ ഇതുപോലെ അത് എൻഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാകും. ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓരോ ഫോണിലും ചെറിയ വ്യത്യാസം ഉണ്ടാകും. ഇനി നിങ്ങളുടെ ഫോണിൽ ഈ ഓപ്ഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ജെമിനി ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലൈവ് കൊടുക്കുന്ന ഈ താഴത്തെ ഓപ്ഷൻ ഇല്ലേ, ലൈവായിട്ട് സംഭാഷണം നടത്തുന്നത്, ആ ഓപ്ഷനിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ക്യാമറ ഓപ്ഷൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ആരോ മാർക്ക് പോലത്തെ ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തേതുപോലെ തന്നെ എൻ്റയർ സ്ക്രീൻ എന്ന് പറയുന്ന ആ ഓപ്ഷൻ വരും. ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുന്നതോടുകൂടി ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിലും പ്രവർത്തിക്കും. പിന്നെ നിങ്ങൾ ഫോൺ സ്ക്രീനിൽ എന്തും കാണിച്ചു കൊടുക്കാം. അതിന് ലൈവായിട്ട് ഫോൺ സ്ക്രീനിലൂടെ നിങ്ങൾക്ക് തത്സമയം സംഭാഷണം നടത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.